ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം സദാചാരം, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് നിൽക്കുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം, ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക, ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനൊന്നും ഇല്ലേ? പറയും, ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയും നിങ്ങൾ. ഇല്ലെങ്കിൽ സൗകര്യമില്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറയാ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു വിധപ്പെട്ട ഒരു രണ്ട് പക്ഷത്തില് മാറിയിരുന്ന് സംസാരിക്കും. ഈ ഒരു കേസിനകത്ത് പ്രശ്നം പറ്റിയിട്ടുള്ളത് ആ ഒരു ഡീലിങ് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ട രീതി ശരിയായിട്ടില്ല. അതാണ് ഇവിടെ ഇത്രയും പ്രശ്നമാവുള്ളൊരു കാര്യം. അതായത് ഇപ്പം ആ ഒരു കുട്ടിയെ വീട്ടിന്റെ ഫ്രണ്ടിലായിട്ട്, ഫ്രണ്ടിലല്ല കുറച്ചിങ്ങാണ്, മുകളിലോട്ടാണ് മാറി കിടക്കുന്നത് കാറ്. അവിടെ ഇപ്പം അവര് തമ്മിൽ എന്തോ അരുതാത്തത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ യുവതി സംസാരിക്കുന്നത്. പക്ഷെ പറയാൻ കൊള്ളത്തില്ല എന്നാണ് ആ ഒരു കുട്ടി പറയുന്നത്. മാത്രമല്ല പറയുന്നത്, എന്തിന് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു ഇട്ടു. അവരെ വീടിന്റെ ഫ്രണ്ട് അല്ല, ഇങ്ങ് കയറി ആ റോട്ടിന്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി എന്താ പറയാ, ഹോസ്പിറ്റലിൽ പോയെന്നാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് പറയുന്നത്. അവര് ഹോസ്പിറ്റലിൽ പോയി. അപ്പം ആ പയ്യന് വയ്യാതെ കൊണ്ട് കുറച്ചൊന്ന് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് കുറച്ച് നേരം കിടന്നു വിശ്രമിച്ചു. അപ്പൊ അതിനാണിപ്പോ ഈ ഒരു കോലാഹലം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നിട്ട് എന്തിന് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നു? ഈ കാറൊക്കെ നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും സൈഡ് ഒതുക്കി ഇടാനല്ലേ പറ്റത്തുള്ളൂ. ഈ ഇതിനകത്ത് വരുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വീട്ടിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കാറുകളോ ഇതുപോലെ കാറോ ഇപ്പൊ ബൈക്കിൽ രണ്ടുപേരോ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും. ബൈക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിട്ടുപോകും. ഈ കാറിൽ ചിലപ്പം ഈ യുവാക്കളൊക്കെ ആണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ചിലർ മിക്കവരും പോയി ചോദിക്കും, എന്തു പറ്റി, വഴി എന്തെങ്കിലും തെറ്റിയതാണോ, എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ഒരുവിധപ്പെട്ടവരൊക്കെ ചോദിക്കും. കുറെ പേരൊക്കെ മാറി നിൽക്കും, എങ്കിലും ചോദിക്കാതിരിക്കത്തില്ല, വിരളമായിരിക്കും. ഇതിനെ പോസിറ്റീവായിട്ട് പറയുന്നവരായാലും ഇതിന്റെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, എന്തായാലും അവർ വീട്ടിൽ ഒരു സമയം ജസ്റ്റ് ഒരു ഫ്രണ്ട് ഓഫ് സീറ്റിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കേസ് അവർ ചോദിക്കാതിരിക്കത്തില്ല. അപ്പൊ അഥവാ പോയി ഇപ്പൊ അവർക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോയി ചോദിക്കുക, എന്ത് പറ്റി, എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ഇവിടെ കിടക്കുന്നത്, വേറെ എന്തെങ്കിലും ആണെന്ന് ചോദിക്കും. അപ്പൊ അവരെന്താണ് മറുപടി വന്നത് കേട്ട ആ ഒരു കാര്യം കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യണം. അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാന്യമായിരിക്കണം, തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസും അതുപോലെ മാന്യമായിരിക്കണം. ഇപ്പൊ ഇതിനകത്ത് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് വേറെ അങ്ങനെ മാന്യത അല്ലാത്ത രീതിക്കൊന്നും സംസാരിക്കുന്നില്ല, എല്ലാം ക്ലിയർ കട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി വന്നു, വയ്യാത്തതുകൊണ്ട് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ കിടന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന് നോക്കി എന്താണ് കാര്യമെന്ന് വേണമെങ്കിൽ ചോദിച്ചിട്ട് പോവാം. അതിന്റെ ഇടയിൽ വീണ്ടും കൂടുതലായിട്ട് ഇങ്ങനെ ആ നാട്ടുകാരെയും പിടിച്ച് ഇൻവോൾവ് ആവേണ്ട ഒരു കാര്യമില്ല. അത് എന്തിന്റെ കുഴപ്പമാണ് ആ പെൺകുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിയും കൂടെ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാം, വീടിന്റെ വാതൊക്കെ കിടന്നിട്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം, അതെന്താ സംഭവം എടുക്കുക, എവിടെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ, എന്ത് പേഴ്സണലോ, ഞാൻ ഇയാളൊന്നും എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ, ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും. ഇയാൾ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം. നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആ കൊച്ച് എന്താ പറയാ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് റെസ്പോൺസ് ചെയ്യുന്നത്. ആ ഒരു മറുവശത്ത് ആ പയ്യൻ കുഴപ്പമില്ലാതൊരു എന്താ പറയാ, കുറച്ച് കാമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ആ കൊച്ചാണ് വളരെ മോശമായിട്ട് എന്താ എടുക്കുന്നതിന്റെ തരിപ്പല്ലേ കാണിക്കുന്നത്, പേഴ്സണൽ ആയിട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവരിപ്പോ രണ്ടുപേര് അവരെ വീടിന്റെ നേരെ, നമ്മുടെ ഈ വീട്ടിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, തൊട്ടടുത്ത് വീട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയയാണെങ്കിൽ പിന്നെയും പറയാം. ഇത് കണ്ടറിയാം, ആ വീട് ഇരിക്കുന്നത് ഒരു കുഴിക്കകത്താണ്. റോഡ് ഇങ്ങ് നേരെ മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ സൈഡിലാണ് കാർ ഒതുക്കി ഇട്ടിരിക്കുന്നത്.
അവിടെ വന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ അങ്ങ് ഹൈപ്പർ ആക്റ്റീവ് ആയി കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതിന്റെ തരിപ്പല്ലേ കാണിക്കുന്നതെന്ന്, എന്തൊരു വർത്തമാനമാണോ അത് യൂസ് ചെയ്യുന്നത്. ആ ഒരു കൂടെ വന്നിട്ട് ആ ലേഡി ആയിക്കൊള്ളോട്ടെ ആ ഹോസ്പിറ്റലിൽ പോയ അതിന്റെ ഒരു ടൈമും OP ടിക്കറ്റ് ഒക്കെ അങ്ങ് കാണിക്കുകയാണ്. അത് വേറെ ആരൊക്കെ ആ പെണ്ണ് ആരൊക്കെ വിളിച്ചു കൂട്ടി, ആ അമ്മയാണെന്ന് തോന്നുന്നു, അമ്മയെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതൊരു അണ്ണനൊക്കെ വന്നിട്ടുണ്ട്. ഈ പെണ്ണുള്ള നാട്ടുകാരെയൊക്കെ ഇങ്ങനെ വിളിച്ചു കൂട്ടി, ഇവിടെ വേറെ എന്തോ അങ്ങ് നടക്കണ കണക്ക്. അത് ഒരു ഇങ്ങനെ തുള്ളി 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 നിൽക്കുകയാണ്. ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് കാര്യം അങ്ങ് വിടണം. പിന്നെ ഇതിനൊക്കെ ഇതുപോലെ ഇങ്ങനെ തലയെ കയറ്റി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പം മൊത്തത്തിൽ അറിഞ്ഞില്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചില അമ്മമാര് ക്രിമിഡികളായിട്ട് വന്ന് കയറി നോക്കും. എവിടെ നീ എന്ത് ചെയ്യണ്, അവിടെയാണ് വീഡിയോ പൊക്കി എടുത്തോണ്ട് വരും. പെണ്ണ് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഈ ഒരു കാറിനകത്ത് ഇതുപോലെ ഇന്ന പോലെ സംഭവങ്ങളൊക്കെ നടക്കുകയാണെന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വീഡിയോ എല്ലാം പബ്ലിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം വൈഫിന്റെ കൂടെയാണ് വന്നിരിക്കണേന്നൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. ഇവര് ഈ കൂട്ടുകാരന്റെ ഇപ്പം ബന്ധുക്കളായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ എല്ലാം വിചാരിക്കും ഈ പയ്യൻ കാറും കൊണ്ടുവിട്ടിട്ട് വേറെ എന്തൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു പയ്യന്റെ ആ ഒരു പ്രൊട്ടക്ഷന്റെ രീതിക്ക് ആ പയ്യനും കൂടെ വീഡിയോയും കൂടെ എടുത്തു വെച്ചു. ആ ചോദിക്കണില്ലേ എന്തിന് പേഴ്സണലായിട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം പയ്യന്റെ മറുപടിയാണ് ഏറ്റവും കൂടുതൽ രസകരം. പേഴ്സണലായിട്ട് ഞാൻ നീ തമ്മിൽ എന്തൊരു ബന്ധമാണുള്ളത്, എനിക്ക് പേഴ്സണൽ ഒന്നുമില്ല, ഞാൻ എന്റെ വൈഫായിട്ടാണ് പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, നിന്നായിട്ട് എനിക്കൊരു ബന്ധമില്ലത്. ഇതുപോലത്തുള്ള അന്യന്റെ കൂടുതൽ മാക്സിമം ഇങ്ങനെ കടന്നു ചെല്ലാതിരിക്കുക. അഥവാ നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ വീട്ടിന്റെ നമ്മളൊക്കെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കും. അത് ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. എന്ത് വഴിവെല്ലാം തെറ്റിയതാണോ, എന്താണ്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ആ കാര്യം അങ്ങ് കടന്ന് നമ്മളെ പണിക്ക് നോക്കി പോവുക. അവർക്ക് സമയം കഴിയുമ്പോൾ അവർ തന്നെ അങ്ങ് പൊക്കോളും. നമ്മൾ പിന്നെ അതിന്റെയും എന്താ പറയാ വഴിയെ പോയ വയ്യാവലിലേക്ക് ഇതുപോലെ എന്തിനാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. പെണ്ണാണെങ്കിൽ പെണ്ണിന് കുറച്ച് എന്തൊക്കെയാ കൂടുതലാണെന്ന് തോന്നുന്നു. പെണ്ണ് കിടന്നിങ്ങനെ കടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു തുള്ളക്കം തന്നെ കേട്ടാ അത്. അങ്ങനെയൊക്കെയാണ് കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയില്ലേ. ഇതുപോലത്തെ ഇനിയിപ്പം സദാചാര മുമ്പ് അമ്മമാരാണ് ഇനിയിപ്പോ ഇതേപോലത്തെ ഓരോ ഗുണ്ടികളെയും കൂടെ പേടിക്കേണ്ട അവസ്ഥ വന്നു. എന്തിന്റെ സങ്കടമാണ് ആ കുട്ടിക്കെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സങ്കടമൊക്കെ ഉടനെ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ. ഇതിനിപ്പം ഈ ഒരു കേസിൽ തന്നെ എന്തായാലും രണ്ട് പക്ഷങ്ങൾ കാണും, രണ്ട് അഭിപ്രായങ്ങൾ കാണും. കാര്യങ്ങൾ എന്താ പറയുക, ഇതുപോലത്തെ എന്തെങ്കിലും വരുമ്പം അതിൻ്റെ വ്യക്തമായിട്ട് രീതിക്ക് ജസ്റ്റ് സംസാരിക്കാതെ കാര്യം അങ്ങ് വിടുക. അതായത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലോ. ആ രീതി അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ തലത്തിലോട്ട് പോകും. ഇത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തലത്തിലോട്ട് പോയത്. അല്ലാതെ ഇപ്പം ഒരു കാമായിട്ട് ജസ്റ്റ് ഒരു ചോദിക്കുന്നതിന് ഇപ്പം തെറ്റൊന്നുമില്ല. അന്ന് നിൽക്കണ എന്ത് കാര്യം എന്ത് ചോദിച്ചിട്ട് ആ കാര്യം അങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കാര്യം തീർന്നു. വീണ്ടും കിടന്ന് ഇതിനെ പിടിച്ച് തള്ളി നീ എന്തിനാണ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടിരിക്കുന്നത്, എന്തിനാണ് എന്റെ വീട്ടിന്റെ അകത്തോട്ട് കയറ്റിയിരിക്കുന്നത്, നിങ്ങൾ എന്തിനിപ്പോ ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മൊത്തത്തിൽ നാട്ടുകാരും വീട്ടുകാരും മൊത്തത്തിൽ ഇങ്ങനെ കയറുന്ന പെണ്ണിന്റെ മൂഞ്ചി മൊത്തം സംസാരവും എല്ലാം അറിയും. നിലവാരത്തോടു കൂടിയുള്ള സംസാരങ്ങളായിരിക്കണം അപ്പം നടക്കേണ്ടത്. അല്ലാതെ ഇതൊരുമാതിരി എന്തിന്റെ തരിപ്പ് അങ്ങനെയൊക്കെ ഓരോരോ മോശമായിട്ടുള്ള വേർഡുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ്. ജസ്റ്റ് ചോദിക്കുക, എന്താ അങ്ങ് വിടുക, അതിന്റെയൊക്കെ കാര്യമുള്ളൂ. ഇതൊക്കെ ചുമ്മാ ഇല്ലാത്ത വള്ളിയൊക്കെ പിടിച്ച് ഈ പെണ്ണിനെ വേറെ എന്തെങ്കിലും കേടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അയ്യോ ഇനിയിപ്പോ ഇവരെയും പേടിക്കണം. എന്തായാലും കൊള്ളാം.